തിന്നാനൊന്നുമല്ലല്ലോ ഇത് ഉണ്ടാക്കുന്നത്. അതെങ്ങനെയാ ഒറ്റയ്ക്ക് തിന്നാൻ വേണ്ടി വീട്ടുകാരോട് പഠിപ്പിച്ച് വിട്ടേക്കുമല്ലേ അവളെ? അതിന് അമ്മ എന്താ എന്റെ വീട്ടുകാരെ പറയുന്നത്? നീ ചെയ്യുന്നതിന് ഒരു കുഴപ്പമില്ല, ഞാൻ പറയുന്നത് അല്ലേടി. ഇന്ന് രാവിലെ തുടങ്ങിയാ? ഞാൻ ഇത്ര നേരം വിചാരിക്കുമായിരുന്നു എന്താ തുടങ്ങാത്ത. മോളപ്പുറത്ത് അങ്ങനെ വരുന്നു പടി. ഓ എനിക്കിതൊക്കെ ശീലമായി അച്ഛൻ. അല്ല നിങ്ങൾക്ക് എന്താണ് അപ്പുറം ഇപ്പുറമൊക്കെ ആൾക്കാരുള്ളതാണ്, ഒരു മര്യാദ. ഏട്ടാ നിസ്സാര കാര്യത്തിനൊക്കെ എന്റെ വീട്ടുകാരെ പറയുക. നിസ്സാര കാര്യവും അപ്പൊ എനിക്ക് ഈ വീട്ടിലൊരു അധികാരവും ഇല്ലേ? എന്താണ് പ്രശ്നം? ഞാൻ പറയാം. ഇവള് 2 ദോശ ചോദിച്ചു, അവൾക്ക് കൊടുക്കാൻ പറ്റത്തില്ലെന്നാ. അമ്മ പറയുന്ന പോലെ ഒന്നും അല്ല കാര്യങ്ങൾ. ഞാൻ ഇവിടെ ദോശ വിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. സരിത വന്ന് സരിതയ്ക്ക് ചുടണമെന്ന് പറഞ്ഞപ്പോ ഞാനിതൊന്ന് തീർത്തോട്ടെ എന്ന് പറഞ്ഞു. അതിനാ ഇത്രയും വലിയ വഴക്ക്. ഇതൊക്കെ ആരെങ്കിലും ഒരാൾ ചെയ്താൽ പോരെ? അതിനവള് ചെയ്യാൻ സമ്മതിക്കണ്ടേ? എല്ലാം സ്വന്തം കാര്യം പറഞ്ഞ് ചെയ്യുമല്ലേ? അതല്ല ഏട്ടാ, ഞാൻ ഈ വീട്ടിൽ എന്ത് ചെയ്താലും അതിനൊക്കെ കുറ്റമാണ്. അല്ല എനിക്ക് അറിയാൻ പാടില്ല അങ്ങനെ ചോദിക്കുകയാണ്. നിങ്ങൾക്കൊക്കെ ശരിക്കും എന്താണ് ഒരു വീടിനകത്ത് ഇങ്ങനെ വഴക്കുണ്ടാക്കേണ്ട കാര്യം തോന്നുന്നു? ഞാൻ ലീവ് വേണമെങ്കിൽ തിരിച്ചു പോകുമ്പോഴെങ്കിലും നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് ഇരുന്ന് കാണാൻ പറ്റുമോ? ഇത്രയും നാളെ ഒരു പ്രശ്നവും ഇല്ലായിരുന്നു. ഏട്ടൻ വന്നതിന് ശേഷം ഈ അഹങ്കാരം മൊത്തം. അതിനെല്ലാം ഇവനെ പറഞ്ഞാൽ മതിയല്ലോ. കിഴങ്ങൻ ഇവനാണല്ലോ എന്റെ വയറ്റിൽ വന്ന് പിറന്നത്. ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, ഇവള് കെട്ടിയവനായിട്ട് പിണങ്ങി ഇവിടെ വന്ന് നിന്നെന്നും പറഞ്ഞേച്ചേ ആരും അവിടെ തലേ കയറി നിരങ്ങാൻ നോക്കണ്ട കേട്ടല്ലോ. അമ്മ എന്തിനാണ് അവളെ ഇങ്ങനെ കുറ്റം പറയുന്നത്? അവൾ നിങ്ങളോടൊക്കെ എന്ത് തെറ്റിയത്? ഓ ഭാര്യയെ പറയോ ഭർത്താവിനെ കൊണ്ട് ഏട്ടൊക്കെ ഒരു പെൺകൊന്തനായി പോയത്. അതേടി, വീട്ടില് വഴക്കുണ്ടാവണ്ടെന്ന് വിചാരിച്ച് മുണ്ടായിരിക്കുന്ന എല്ലാ ആണുങ്ങളും പെൺകൊന്തന്മാരാണ്. ഞാനും എന്റെ മോളുവേ 6 മുമ്പിൽ തോറ്റു വിടാൻ ഉദ്ദേശിക്കുന്നില്ല. വീട്ടിൽ നിൽക്കുന്നു. കേട്ടോടി അവൻ പറഞ്ഞത്? ആ കിടന്ന് പറഞ്ഞോണ്ട് പോട്ട്. അമ്മ ദോശ വിടും, എനിക്ക് വിശക്കണം. ഈ റോസ്റ്റ് വേണം എന്റെ പൊന്നിന്. അമ്മ ഉണ്ടാക്കി തരാം കേട്ടാ. അച്ഛാ പിന്നെ എന്റെ സ്കൂളിൽ നിന്ന് ടൂർ പോകുന്നുണ്ട്, അപ്പൊ ഞാനും കൂടി പോട്ടെ? ആ വേണ്ട വേണ്ട, ഈ പ്രായത്തിലൊന്നും ഒറ്റയ്ക്ക് വിടാൻ പറ്റില്ല. കുറച്ചുകൂടെ വലുതായിട്ട് നമുക്ക് പോവാം. എന്തിനാ പേടിക്കുന്നത്? അവൾ ഒറ്റയ്ക്കല്ലേ പോകുന്നത്, ഫ്രണ്ട്സും ടീച്ചേഴ്സും ഒക്കെ ഇല്ലേ. മോള് വയ്ക്കോ? അങ്ങനെയാണെങ്കിൽ എന്നെ അവിടെ കൊണ്ടുപോകാൻ പറ. അല്ലാണ്ട് ഒറ്റയ്ക്ക് വിട്ടിട്ട് ഞാൻ എന്ത് സമാധാനത്തിലായിട്ട് അവിടെ ഇരിക്കുക? അല്ല പാരന്റ്സിനെ ഒന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല. അനിയനോ അനിയത്തിയോ ഉണ്ടെങ്കിൽ കൊണ്ടുപോവാം. പക്ഷെ എനിക്ക് അങ്ങനെ ആരും ഇല്ലല്ലോ. കേശു എന്റെ അനിയത്തിയെ കൊണ്ടുവരുന്നുണ്ട്. ഞാൻ എത്ര നാളാ പറഞ്ഞ് എനിക്കൊരു കുഞ്ഞോവ വേണോ? ആ പരാതി അച്ഛൻ പറഞ്ഞേ പരിഹരിച്ചേ. കൊച്ചല്ലേ ചോദിച്ചത്? നമുക്ക് അനിയത്തിയാണോ അനിയൻ വേണോ? എന്തൊരു വേണം? വല്ലാത്തൊരു ആഗ്രഹമായി പോയല്ലോ അത് കുറുമ്പി. കൊച്ചിന്റെ ആഗ്രഹമില്ലേ, അത് കൊടുക്കാം. കഴിക്കട്ടെ. അവിടെ ഞാൻ 14-ാം തീയതി പോകും. പിന്നെ റിട്ടേണൊക്കെ എടുത്തിട്ടാണ് വന്നത്. ലീവ് സെഷനാ, അതൊന്നും നടക്കൂല അളിയാ. പ്രവാസികളുടെ പാടൊന്നും എനിക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അവിടെ ഞാൻ എന്തായാലും പോകുന്നതിന് മുമ്പ് അങ്ങോട്ട് ദിവസം ഇറങ്ങാം. നിന്റെ ഫോൺ പേരാണോ? നിർത്തിക്കേ. അവിടെ ഞാൻ വിളിക്കാവേ. എന്താമ്മ എന്തൊക്കെയാടാ ഈ വീട്ടിൽ നടക്കുന്നത്? എന്താണ് കാര്യം എന്ന് പറഞ്ഞാൽ മറുപടി പറയാം. അതിന് ഇത്ര ഞാനല്ല പറയേണ്ടേ, നീയാ. എടാ സരിതി ആ കോന്തനുമായിട്ട് പിണങ്ങി ഇവിടെ താമസിക്കാൻ തുടങ്ങിയപ്പോ 8 മാസമായി. നിനക്ക് അവളെ പറ്റി എന്തെങ്കിലും ഒരു വിചാരം ഉണ്ടോ? അതെന്താ അമ്മ അങ്ങനെ പറയുന്നത്? അവൾക്ക് വേണ്ടിയ സുരേഷിന്റെ കാല് പിടിക്ക് എത്ര തവണ ഞാൻ പോയിട്ടുണ്ട്. ഇപ്പൊ തന്നെ ലീവിന് വന്നതിന്റെ പിറ്റേ ദിവസം ഞാൻ അവന്റെ വീട്ടിൽ പോയല്ലേ. അവന്റെ അച്ഛനെ അമ്മ അവിടെ നിന്ന് ഇറക്കി വിട്ടാലേ ഇവളവിടെ താമസിക്കാൻ പോകണമെന്നൊക്കെ വാശി പിടിച്ചാ അതെങ്ങനെ ശരിയാവും? അതൊക്കെ ശരി തന്നെ. എന്തായാലും നിങ്ങൾക്ക് ഇപ്പൊ രണ്ടാമതൊരു കുട്ടി വേണമെന്നുള്ള തീരുമാനം തൽക്കാലം ഒന്ന് മാറ്റിവെച്ചേ പറ്റുള്ളൂ. അതെനിക്ക് മനസ്സിലായില്ല. സരിത ഒന്നി അവന്റെ വീട്ടിൽ പോയി നിൽക്കട്ടെ, അല്ലാതെ അവിടെ രണ്ടാമത് കല്യാണം കഴിക്കട്ടെ. അവക്കൊരു കൊച്ചൊക്കെ ഉണ്ടായിട്ട് നിങ്ങളുടെ തീരുമാനമൊക്കെ മതി. എന്ത് വർത്തമാനമാണ് അമ്മ ഈ പറയുന്നത്? പിന്നെ ഇതുപോലത്തെ എൻ്റെ വ്യക്തിപരമായ കാര്യങ്ങൾ അമ്മയെന്നല്ല ആരും ഇടപെടുന്നത് എനിക്ക് ഇഷ്ടമല്ല. മനസ്സിലായല്ല? നിന്നെ ഇവിടെ പ്രസവിപ്പിച്ച് കിടത്താൻ വേണ്ടി മൂദേവി.
അമ്മയായിട്ട് ഗുസ്തി പിടിക്കാണ്ട് കിടന്നുറങ്ങിയേ. നാളെ സ്കൂളിൽ പോകാനുള്ളതല്ലേ. അത് തന്നെ പെട്ടെന്ന് തുടങ്ങിക്കോ. നീയല്ലേ പറഞ്ഞു ഒരു കുഞ്ഞാവും കൂടെ കാണും. കൊച്ചിരിക്കുന്നു. ഞാൻ എപ്പോഴൊന്നും കിടന്നുറങ്ങത്തില്ല. ഞാൻ അടുത്ത ലീവിനല്ലേ പപ്പയെ കിട്ടപ്പോ. ശരിയാ, ഇത്ര പെട്ടെന്നല്ല 2 മാസം അങ്ങ് പോയത്. പപ്പയ്ക്ക് നമ്മളെ കൂടെ കൊണ്ടുപോക്കൂടെ? ആഗ്രഹം ഇല്ലാണ്ടല്ല മോളെ. ഞാനവിടെ വേറൊരു കമ്പനിയിൽ വേക്കൻസി ട്രൈ ചെയ്യുന്നുണ്ട്. അത് കിട്ടിക്കഴിഞ്ഞാലേ കമ്പനി തന്നെ നമുക്ക് അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യും. അപ്പം നമുക്ക് എല്ലാവരും ഒരുമിച്ച് പോകും. അപ്പൊ കുഞ്ഞാവ് വരുമോ? കിടന്നുറങ്ങിക്കേ, ഞങ്ങൾ സ്കൂളിൽ പോകാനുള്ളതാ. അമ്മ കിടന്നോ? ഓ, എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കാനുള്ള പണി മൊത്തം ചെയ്യിപ്പിച്ച് കഴിഞ്ഞപ്പം പോയി കിടന്നുറങ്ങി. സത്യം പറഞ്ഞ ഒരു പരാതിയും പറയാൻ നീ ഇങ്ങനെ കഷ്ടപ്പെടുന്ന കാണുമ്പോഴേ പണി എടുക്കുന്നതിലൊന്നും ഒരു പരാതി ഇല്ല ഏട്ടാ. ഈ കുത്തുവാക്കുകളാ സഹിക്കാൻ പറ്റാത്തത്. ആരെന്ത് ചെയ്താലും എനിക്ക് തന്നെയാ കുറ്റം. അമ്മ പിന്നെ പ്രായമായില്ലേന്ന് ചോദിക്കാം. ആ സരിത കൂടെ കൂടെ പിടിക്കുമ്പോഴാണ്. അവൾ അമ്മയുടെ തനി പാർപ്പാണ്. പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ട്? ജയ കഥ തുറന്നേ. ഞാൻ നോക്കാം. സന്ധ്യ വന്നതിന് മുമ്പ് നീ കാര്യം കിടന്നോടാ. മണി 11 അമ്മ. എനിക്ക് നടുവിന് ഭയങ്കര വേദന. ആ കുഴമ്പ് ഇട്ടും തിരുമ്പി തരാൻ പറ അവളോട്. സരിതയില്ലേ ഇവിടെ? അതിന് നമുക്ക് കുഴമ്പിന്റെ മണം കേട്ടാ ഛർദ്ദിക്കാൻ വരും. നിനക്ക് അറിയത്തില്ലേ? സുമി പെട്ടെന്ന് ഇറങ്ങി വന്നേ. ഇതൊക്കെ നേരത്തെ ആയിക്കൂടായിരുന്നു അമ്മ. അതിന് നേരത്തെ അവളെ ഇതിനകത്ത് കയറി കിടക്കുവല്ലേടാ. പിന്നെ ആരെ എനിക്ക് തിരുമ്പി തരുന്നതോ? ആരെവിടെ കയറി കിടന്നു? ഞാൻ പോയിക്കോളാം. എന്തിന്റെ നടുവേനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അവിടെ മാർക്ക് എങ്ങനെയുണ്ട് PT മീറ്റിങ്ങിന് പറ്റി? കണക്കിന് കണക്കാന്നാ പറഞ്ഞത്. അതിന് എന്റെ മോളല്ലേ, എങ്ങനെയല്ലേ വരും? അതെ, കണക്കിന് അച്ഛന്റെ മോളും ബാക്കിയുള്ള വിഷയത്തിന് എന്റെ മോളും. എന്താ ബാക്കി എല്ലാത്തിനും പൊട്ടിയ? ബാക്കി എല്ലാത്തിനും നല്ല മാർക്കുണ്ട്. പോകട്ടോ. നീ എവിടെ പോണു? അല്ല, ഞാൻ അങ്ങോട്ട് നിൽക്കാം. ഇവിടെ ഇരുന്നോ. എന്തോന്ന് എത്ര വലിയ ചിരിച്ചു മറിയുന്നത്? അതിനിപ്പോ അമ്മ അറിയുന്നത് പുതുമോടിയൊന്നും അല്ലല്ലോ. അമ്മ വന്ന കാര്യം പറ. ഇവിടെ കാര്യത്തിൽ നിനക്ക് വല്ല തീരുമാനമുണ്ടോ? ഇവളുടെ കാര്യം ഞാൻ എന്താ തീരുമാനിക്കാൻ? അത് അവളല്ലേ തീരുമാനിക്കേണ്ടത്. ആദ്യം വീട്ടിലെ ജോലിയൊക്കെ മര്യാദ ചെയ്യാൻ പഠിക്കട്ടെ. ഓ, പെണ്ണുപിള്ള പറഞ്ഞായിരിക്കും ഞാൻ ജോലിയൊന്നും ചെയ്യുന്നില്ല. അതിന് എന്നെ എന്തിനെതിൽ വലിച്ചിടുന്നേ? ഞാൻ ആരോടൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. ഡേ, നീ കൂടുതൽ കൊലസ്ത്രീ ചമയണ്ട കേട്ടല്ലോ. ഡാ, ഒന്നെങ്കിൽ ഇവക്കൊരു ജോലി വാങ്ങിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ നീ ഒരു സ്കൂട്ടർ വാങ്ങിച്ചു കൊടുക്കുക. അവൾ അവിടെ ജോലിക്ക് പോകോളൂന്നല്ലോ. സ്കൂട്ടർ വാങ്ങിക്കാനാ? എന്റെ അതിന് മാത്രം പൈസയൊന്നുമില്ല. ഇവിടെ കുറെ സ്വർണ്ണം ലോക്കർ ഇരിപ്പില്ലേ, അതെടുത്ത് പണയം വെച്ചിട്ടേ വണ്ടിയോ എന്താന്ന് വെച്ചാൽ അങ്ങ് വാങ്ങിച്ചു. ആ, ഒന്നും എടുക്കാൻ പറ്റില്ല. ചേട്ടത്തിയുടെ ഉണ്ടല്ലോ ലോക്കറിൽ, അതെടുത്ത് വാങ്ങിച്ചാൽ. അതും എടുക്കാൻ പറ്റത്തില്ല. അതിനടി പറ്റാത്തത്? അതെന്താ ഇവിടെ സ്വർണ്ണം എടുക്കാൻ പറ്റാത്തത്? അതെ, ചോദ്യമുണ്ട്. എന്താ പിന്നെ ഇതിനും ചോദ്യമുണ്ട്. ഏട്ട എന്നോട്ടെ ഇങ്ങനെയൊക്കെ സംസാരിച്ചു തുടങ്ങിയത്? എടി, ഇവിടെ തലയണ മാത്രമായിരിക്കൂടി. അല്ലെങ്കിൽ അമ്മയുടെ കുറ്റം മോൻ എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ഉടനെ ഭാര്യയുടെ കുറ്റായി. ചേട്ടത്തി എന്തിനാണ് ഇതിനിടെ കയറണത്? ഇത് അമ്മയും മോനും തമ്മിലുള്ള കാര്യം. അങ്ങനെയാണെങ്കിൽ ആ സംസാരത്തിൽ എന്റെ പേരെടുത്തിടാൻ ഓ, ഈ മൂദേവി എന്നിവിടെ വന്ന് വലിഞ്ഞു കയറിയോ? അന്ന് ഈ വീട് കോളം പിടിച്ച്. ഒന്ന് എടുത്തോ. അമ്മയുടെ പ്രശ്നം എന്താ എനിക്ക് മനസ്സിലായി. മോക്ക് കിട്ടാൻ സന്തോഷം മരുമോക്കും കിട്ടാൻ പാടില്ല. അതിനല്ലേ ഇങ്ങനെ ഓരോന്നും ഈ പ്രശ്നം ഉണ്ടാക്കി വരുന്നത്. പിന്നെ ഇവൾ ഈ വീട്ടിൽ നിന്ന് എവിടെയെങ്കിലും പോകുന്നുള്ള സ്വപ്നമൊന്നും ആരും കാണണ്ട. ഇവൾ ഇവിടെ തന്നെ താമസിക്കും. പോകേണ്ടവരാദ്യം പോട്ടു. അത് ചേട്ടൻ എന്തുദ്ദേശം പറഞ്ഞതാ? ഞാനാണോ പോകണ്ടത്? അതേടി, നീയാണ് ഇവിടെ ഇറങ്ങി പോകേണ്ടത്. നീ എന്നിവിടെ കാല് കുത്തി അന്ന് തുടങ്ങി അവിടെ താടിയും പോളൂ. നീ നിന്റെ സുന്ദരിക്കോതയും കൊച്ചുകൂടെ താമസോടെ ഞങ്ങൾ വില വഴിക്ക് ഇറങ്ങി പോയേക്കാം. ആ, അത് തന്നെ ഞാനും പറഞ്ഞത്. ഞാൻ ഇവിടെ കൂടെ താമസിച്ചോളൂ. എവിടെയെങ്കിലും ഇറങ്ങി പോകാം രണ്ടും കൂടെ. അതാ എനിക്ക് മനസ്സിലായി. അറിയാത്ത ആ കാര്യം വിളിച്ചോണ്ട് പോന്നു. എന്തായാലും മറ്റന്നാൾ ഇവർ ഇവിടുന്ന് പോകൂല്ലോ. അന്നേരം അവർക്കിട്ടുള്ള പണി ഞാൻ കൊടുക്കാം. മൂദേവി അവനെ ഇങ്ങനെ ആക്കി അവൾ ഒരുത്തിയോ? അച്ഛൻ്റെ അടിക്കാലോ ഓട്ടടി വച്ചേ. ആടാ 4 മണിക്കാ ഫ്ലൈറ്റ്. പോകുന്ന വഴിക്ക് സരിതയുടെ വീട്ടിൽ കൊണ്ടൊന്ന് കയറണം. ലീവൊക്കെ ഇനി അടുത്ത കൊല്ലേ ഉള്ളൂ. ആഹാ, നീ പോകാൻ ഇറങ്ങിയോ? തമ്പുരാട്ടി ഇങ്ങോട്ടൊന്നും കണ്ടില്ലല്ലോ. ഇവൻ പോകുന്ന വിഷമത്തിൽ അവള് പൂക്കണ്ണു നീര് ഒഴുക്കുമായിരിക്കും. സുരേഷിനെ ഞാൻ വിളിച്ചിരുന്നു. നീ അങ്ങോട്ട് പോവുകയാണെങ്കിൽ സ്വീകരിക്കാൻ റെഡിയാണ്. എന്തു പറയുന്നു? അയാൾ ഇവിടെ വന്ന് എന്റെ കാല് ഒടിച്ചാൽ ഞാൻ പോവാം. അല്ലാതെ വലിഞ്ഞേറി ചെല്ലാനെന്നേ എന്നെ കൊണ്ട് പറ്റൂല. ഡാ, ഇവളിവിടെ നിൽക്കുന്നോണ്ട് നിന്റെ പെണ്ണുമ്പിളക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ? ഉണ്ടെങ്കിൽ അവളെ പറഞ്ഞ് വീട്ടിൽ വിടറാ. അല്ലാണ്ട് എന്റെ കൊച്ചിനെയല്ല പറഞ്ഞു വിടുന്നത്. കല്യാണം കഴിച്ചൊരു കൊച്ചുമായി. ഇനിയിപ്പോൾ അവളെ കൊണ്ട് ഞാൻ കളയുന്നത് എങ്ങനെ? അതുകൊണ്ട് ഞാൻ അവളെ കൂടെ കൊണ്ടുപോവാം. എങ്ങോട്ട്? ആഹാ, നീ എന്താ പോകുന്ന വഴി വീട്ടിലോട്ട് ഇറങ്ങാൻ പോവാണോ? അല്ല ചമ്മേ, നമ്മള് ദുബായി പോവാ.
ദുബൈയിലോ? ഇവരെ രണ്ടുപേരെയും കൂടെ ഞാൻ കൊണ്ടുപോകാൻ തീരുമാനിച്ചു. എങ്ങോട്ട്? ദുബായിലോട്ട്. ആ, അമ്മയ്ക്ക് എന്തായാലും ഇവളെ കാണുന്ന ചതുർത്ഥിയല്ലേ, അതുകൊണ്ടേ ഇനിയിപ്പോൾ സരിത അമ്മയും കൂടെ ഇവിടെ സന്തോഷമടങ്ങി ജീവിച്ചു. എന്നാലും ചേട്ടത്തി ഇപ്പൊ അമ്മ ഇരുന്നെല്ലാം ഒപ്പിച്ചെടുത്തല്ലോ. ശരി, വെറുതെ അവളെ കുറ്റം പറയുന്നത് വേണ്ട. ഇത് എൻ്റെ മാത്രം തീരുമാനമാണ്. പിന്നെ നിങ്ങളെങ്ങാനും ഇത് ഇറങ്ങിയിരുന്നെങ്കിൽ ഇടങ്കോലിടുമെന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ് ഇത്രയും നാളൊരു രഹസ്യമായിട്ട് വെച്ചത്. നിങ്ങൾ രണ്ടും കൂടെ എന്താണെന്ന് വെച്ചാൽ അയക്കും. വാ. എടി, നിന്റെ പിടിവാശിയൊക്കെ മാറുമ്പോൾ എന്നെ വിളിച്ച് പറ. സുരേഷോട് ഞാൻ സംസാരിച്ചോളാം. എൻ്റെ കാര്യം നോക്കാനേ എനിക്കറിയാം. പിന്നെ അമ്മ, ഈ മക്കൾ മാത്രമേ സന്തോഷമായിട്ട് ജീവിക്കാൻ പാടുള്ളൂ എന്നുള്ള തീരുമാനമൊക്കെ ഇങ്ങനെ വിട്ടേക്കണം. പ്രായമായിട്ട് വരികയാണ്. അപ്പോൾ ചില പിടിവാശികളൊക്കെ ഉണ്ടാവും. പക്ഷെ അത് നമുക്ക് ദോഷം ചെയ്യാൻ തോന്നുന്നുണ്ടെങ്കിൽ അതിനെ അങ്ങ് വിട്ട് കളഞ്ഞേക്കണം. എന്നാലും മോനെ ഞാൻ എന്താണ് പറയാൻ വരുന്നത് എനിക്കറിയാം. അതുകൊണ്ടത് പറയണ്ട. ശരി, ബൈ. പോയിട്ട് വരാം. പോയിട്ട് വരാം. ഒരു ജോലി ചെയ്യത്തുമില്ല, ചെയ്യാനായിട്ട് ഏൽപ്പിച്ചാൽ ശ്രദ്ധിക്കത്തുമില്ല. എന്നെ കൊണ്ടൊന്നും ചെയ്യാനൊന്നും പറ്റത്തില്ല. എന്താ വെച്ചാല് 4 നേരം വെച്ച് വിളമ്പിത്തരാനേ ഇവിടെ ആരുമില്ല. അത് അമ്മ ഓർത്താ മതി. 4 കൂട്ടാൻ കറിയും ചോറും കാപ്പി എല്ലാം റെഡിയാക്കി തരേണ്ട മരുമോൾ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. നിങ്ങൾ കഷ്ടപ്പെടുത്തില്ലല്ലോ അവൾ ഇറങ്ങി ഓടിയത്. അത് നിനക്ക് വേണ്ടിയല്ലേടി ഞാൻ ചെയ്തത്. ആ കൊച്ചുണ്ടായിരുന്നെങ്കിൽ ഇതൊന്നും എനിക്ക് അറിയേണ്ടി വരത്തില്ലായിരുന്നു. എന്നാലേ ഇനി അറിഞ്ഞോളൂ. ഇതൊരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ചേട്ടത്തിൽ എടുക്കുന്ന നമ്പർ കൊണ്ട് എൻ്റെ അടുത്ത് വന്നാലേ ഞാൻ എൻ്റെ ചേട്ടനെ വിളിച്ചങ്ങ് പോവും. അവസാനം നിങ്ങൾ ഒറ്റയ്ക്ക് കിടന്ന് ഇവിടെ അനുഭവിക്കേണ്ടി വരും. പറഞ്ഞില്ലെന്ന് വേണ്ട.